കാഞ്ഞിരങ്ങാട്ട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ശിവഭഗവാൻ ശ്രീ വൈദ്യനാഥൻ എന്ന ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. വൈദ്യനാഥൻ എന്ന നാമത്തിന് രോഗങ്ങളെ ശമിപ്പിക്കുന്ന ദിവ്യവൈദ്യൻ എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും രോഗശാന്തിക്കുമായി അനേകം ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ പുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഭക്തിയുടെയും ആത്മീയതയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമാണ്. ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണെന്ന വിശ്വാസം ഭക്തർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. പരമ്പരാഗത കേരള ക്ഷേത്ര വാസ്തുവിദ്യയുടെ മനോഹര മാതൃകയാണ് ഈ ക്ഷേത്രം. ശാന്തമായ പ്രകൃതി ഭംഗിയും ആത്മീയ അന്തരീക്ഷവും ക്ഷേത്രത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ ധാര, ക്ഷീരധാര, ജലധാര, രുദ്രാഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ ഭക്തിപൂർവ്വം നടത്തപ്പെടുന്നു. രോഗമുക്തിക്കും ദീർഘായുസ്സിനും കുടുംബസൗഖ്യത്തിനും മാനസിക ശാന്തിക്കുമായി ഭക്തർ വൈദ്യനാഥ സ്വാമിയുടെ അനുഗ്രഹം തേടുന്നു. മഹാശിവരാത്രി, പ്രദോഷം, തിങ്കളാഴ്ചകൾ തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും ഉത്സവ ആഘോഷങ്ങളും നടക്കുന്നു. കാഞ്ഞിരങ്ങാട്ട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവും ചേർന്ന് പ്രശസ്തമായ മൂന്നാമ്പലം ദർശനത്തിൻ്റെ ഭാഗമാണ്. ഒരേ ദിവസം ഈ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യന്തം പുണ്യകരമാണ്. ക്ഷേത്രത്തിൻ്റെ മഹത്വം രോഗശാന്തിയുമായി ബന്ധപ്പെട്ടതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ആരോഗ്യത്തിനും രോഗമുക്തിക്കും വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ധാര, ക്ഷീരധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഒരു പ്രധാന ആചാരമാണ്. നിരവധി രോഗശാന്തി അനുഭവങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് കാഞ്ഞിരങ്ങാട് എന്ന പേര് ലഭിച്ചത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിലനിന്നിരുന്ന വലിയ കാഞ്ഞിരമരം മൂലമാണെന്ന് പറയപ്പെടുന്നു. ആ മരത്തിൻ്റെ പേരിൽ ഈ പ്രദേശം പിന്നീട് കാഞ്ഞിരങ്ങാട് എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ കാഞ്ഞിരമരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രത്യേകതയും പറയപ്പെടുന്നു. മഹാശിവരാത്രി ദിവസം ക്ഷേത്രത്തിലെ കാഞ്ഞിരമരത്തിൻ്റെ ഇലകൾ കഴിക്കില്ല എന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കൗതുകകരമായ കാര്യമാണ്. പ്രാദേശിക ചരിത്രമനുസരിച്ച് ചോളരാജാവായ ശതസോമൻ രാജകൊട്ടാരത്തിലെ അന്തർജനങ്ങൾ ധ്യാനത്തിനും ആത്മീയ സാധനയ്ക്കുമായി ഈ ക്ഷേത്രം നിർമ്മിച്ചതായി പറയപ്പെടുന്നു. തുടർന്ന് ഈ ക്ഷേത്രം കാശ്യപ ഗോത്രക്കാർക്ക് ദാനം ചെയ്തുവെന്നും പരാമർശിക്കപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വൈദ്യനാഥ മഹാദേവനാണ്. കൂടാതെ ഭഗവതി, ശ്രീ അയ്യപ്പ ഭഗവാനും ഗണപതി ഭഗവാനും എന്നിവർക്കും പ്രത്യേക സന്നിധികളുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ മലയാള മാസം ധനുവിൽ ആഘോഷിക്കുന്ന തിരുവാതിര മഹോത്സവവും കളിയാട്ടം, തെയ്യം മഹോത്സവവുമാണ്. കൂടാതെ മഹാശിവരാത്രിയും വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ധാര, ക്ഷീരധാര, വെണ്ണ നിവേദ്യം എന്നിവ ഉൾപ്പെടുന്നു.